പലസ്തീൻ അനുകൂല സംഘടനയായ പലസ്തീൻ ആക്ഷനെ UK സർക്കാർ ഔദ്യോഗികമായി നിരോധിച്ചു. പിന്നാലെ പ്രതിഷേധവും രാജ്യത്തുയരുന്നു. പുതുതായി നടപ്പിലാക്കിയ നിരോധനം ലംഘിച്ചതിന് നിരവധി പേരെ UK പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരിൽ 83 വയസ്സുള്ള ഒരു മുൻ പുരോഹിതയുമുണ്ട്. വംശഹത്യയെ എതിർക്കുന്നു, പലസ്തീൻ ആക്ഷനെ പിന്തുണയ്ക്കുന്നു എന്ന പ്ലക്കാർഡ് കൈവശം വച്ചതിനാണ് ബ്രിസ്റ്റലിൽ നിന്നുള്ള റവറൻ സൂ പർഫിറ്റിനെ കസ്റ്റഡിയിലെടുത്തത്. വിലക്കിനെതിരെ പ്രതിഷേധിച്ചതിന് ശനിയാഴ്ച 27-ലധികം പേരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായവരിൽ ഈ മുൻ പുരോഹിതയും ഉൾപ്പെടുന്നു. പർഫിറ്റിൻ്റെ അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. പലസ്തീൻ ആക്ഷനെ ഭീകര സംഘടനയായി മുദ്രകുത്തിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് നിയമപരമായി പ്രാബല്യത്തിൽ വന്നത് ശനിയാഴ്ചയാണ്. പിന്നാലെയായിരുന്നു പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. ശനിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് പുരോഹിതയെ കസ്റ്റഡിയിലെടുത്തത്. പലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുകയോ അതിൽ അണിചേരുകയോ ചെയ്യുന്നത് ഇപ്പോൾ 14 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഗസയിൽ വംശഹത്യ നടത്തുന്നതിന് വേണ്ടി ഇസ്രായേലിലേക്ക് ആയുധവ്യാപാരം തടയുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ് പലസ്തീൻ ആക്ഷൻ. ഗസയ്ക്കെതിരായ ഇസ്രായേലിൻ്റെ യുദ്ധത്തിന് UK നൽകുന്ന പിന്തുണയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ മാസം പലസ്തീൻ ആക്ഷൻ പ്രവർത്തകർ ഒരു സൈനിക താവളത്തിലേക്ക് അതിക്രമിച്ച് കയറിയിരുന്നു. തുടർന്ന് സൈനിക താവളത്തിനുള്ളിലെ 2 വിമാനങ്ങളിൽ ചുവന്ന പെയിൻറ്റും തളിച്ചിരുന്നു. പിന്നാലെ പാർലമെൻറ്റ് സംഘടനയെ തീവ്രവാദി സംഘടനയായി പ്രഖ്യാപിക്കാനും നിരോധിക്കാനും വോട്ടെടുപ്പ് നടത്തി. പലസ്തീൻ ആക്ഷനോടൊപ്പം മാനിയാക് മർഡർ കൾട്ട്, റഷ്യൻ ഇമ്പീരിയൽ മൂവ്മെൻറ്റ് എന്നീ ഗ്രൂപ്പുകളെയും UK നിരോധിച്ചു. ജുഡീഷ്യൽ പുനഃപരിശോധന വരെ നിരോധനം താൽക്കാലികമായി തടയാനുള്ള ശ്രമങ്ങൾ സംഘടന നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. തുടർന്നാണ് ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ ഗ്രൂപ്പിനെ നിരോധിക്കുന്ന ഉത്തരവ് പ്രാബല്യത്തിൽ വന്നത്. പലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിൽ അംഗത്വമെടുക്കുന്നതും ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്നതും 14 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ്. അതിനിടെ ഗസയിൽ ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ആക്രമണങ്ങളിൽ കുറഞ്ഞത് 64 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മധ്യ ഗസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 5 കുട്ടികൾ ഉൾപ്പെടെ 8 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അൽ അവ്ദ ആശുപത്രി അറിയിച്ചു. ഗസ നഗരത്തിലെ അൽ റിമാൽ പരിസരത്തുള്ള അൽ സുൽത്താൻ ജലശുദ്ധീകരണ പ്ലാന്റ് ലക്ഷ്യമിട്ടുള്ള മറ്റൊരു ആക്രമണത്തിൽ 3 പേർ കൂടി കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മധ്യ ഗസയിലെ അൽ സവൈദ പട്ടണത്തിലെ ഒരു കഫയിലും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഇടിച്ചു കയറി. സംഭവത്തിൽ 6 പേർ മരിച്ചു. ഗസ നഗരത്തിലെ സെയ്ത്തൂൺ പരിസരത്ത് ഷെൽട്ടറായി മാറ്റിയ ഒരു സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേ പ്രദേശത്തുള്ള ഒരു പലസ്തീൻ കുടുംബത്തിൻ്റെ വീട് ലക്ഷ്യമാക്കി ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി. ആക്രമണത്തിൽ 4 പേർ കൂടി കൊല്ലപ്പെട്ടു. ഗസ സിറ്റിയിലും വടക്കൻ ഗസയിലെ ജബാലിയ അൽ ബലാദിലും ഇസ്രായേൽ നടത്തിയ വിവിധ ആക്രമണങ്ങളിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 8 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഗസ നഗരത്തിലെ ഷെയ്ഖ് റിദ്വാൻ പരിസരത്ത് പലസ്തീനികൾ അഭയം പ്രാപിച്ച മറ്റൊരു സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഗസ നഗരത്തിലെ ഷജയ്യ പരിസരത്തുള്ള ഒരു പള്ളിക്ക് സമീപം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഗസയിലെ അൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിൽ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെയും ഇസ്രായേലി ഡ്രോൺ ആക്രമണം ഉണ്ടായി. ആക്രമണത്തിൽ 2 സഹോദരങ്ങൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.